അൻവറിനെ സഹകരിപ്പിക്കാൻ UDF തീരുമാനം. എങ്ങനെ സഹകരിപ്പിക്കണം എന്നത് തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചുമതലപ്പെടുത്തി. ഇന്ന് കോഴിക്കോട് ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനം. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, നേരത്തെ PV അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചപ്പോഴും ഏതാണ്ട് ഇതേ സമാനമായ തീരുമാനമെടുത്തതാണ്. എങ്ങനെയാണ് ആ സഹകരണം എന്നതിലാണല്ലോ ഒരു വ്യക്തത വരുത്തേണ്ടത്. UDFിൽ ഘടകകക്ഷിയാകാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിയുമോ? ഇനി അതല്ല, തൃണമൂൽ കോൺഗ്രസ് വിട്ട് PV അൻവർ കോൺഗ്രസിൽ ചേരണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും UDF ഘടകകക്ഷിയിലായ പാർട്ടിയിൽ ചേരണോ? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? കോൺഗ്രസ് നേരത്തെ നടത്തിയ ചർച്ചയിലെടുത്ത് അതേ തീരുമാനം തന്നെയാണല്ലോ UDFും പറയുന്നത്. അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോയിട്ടില്ല എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. എന്തായാലും ഇന്ന് ചേർന്ന UDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഘടകകക്ഷികൾക്കൊന്നും തന്നെ അൻവർ പാർട്ടിയിലേക്ക് വരുന്നതിന് എതിർപ്പില്ല എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി മറ്റ് തീരുമാനങ്ങൾ, എന്ത് തീരുമാനം എടുക്കണം, അൻവറിനെ ഏത് രീതിയിലാണ് പാർട്ടിയിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയാണ് ഇപ്പോൾ UDF യോഗം നിയമിച്ചിട്ടുള്ളത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ എന്തായാലും ഘടകകക്ഷിയാക്കുന്നതിൽ കോൺഗ്രസിന് എതിർപ്പുണ്ട്. അത് കോൺഗ്രസിന്റെ നയവുമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ മറ്റെന്താണ് വഴി എന്നുള്ളത് സംബന്ധിച്ച് എന്തായാലും തീരുമാനമെടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. അതേസമയം തന്നെ PV അൻവർ ഇന്ന് ചില രാഷ്ട്രീയ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എന്നൊരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അൻവറിന്റെ നിലമ്പൂരിലുള്ള വീട്ടിലാണ്. ഉച്ചയോടുകൂടി കോഴിക്കോട് എത്തും എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അൻവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണും. അതുപോലെ തന്നെ ഈ PV അൻവറിനെ പാർട്ടിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അല്ലെങ്കിൽ UDFുമായി സഹകരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ യോഗം അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആണ്. അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ യോഗശേഷം കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ, PV അൻവറിനെ സഹകരിപ്പിക്കാനുള്ള UDF തീരുമാനം അത് ഷഹദ് എങ്ങനെ നടപ്പാക്കുമെന്ന് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള ചുമതല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. 2-3 സാധ്യതകളുണ്ട്. ഒന്ന്, ഈ തൃണമൂൽ ബന്ധമൊക്കെ അവസാനിപ്പിച്ച് PV അൻവർ ഒന്നുകിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ UDFിൽ ഇപ്പോഴുള്ള ഏതെങ്കിലും ഘടകകക്ഷി പാർട്ടികളുടെയോ ഭാഗമാകണം, അതിൽ ചേരണം അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള അനുയായികളും. അതല്ലാതെ മറ്റു വഴികളില്ല. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് UDFിൽ ഒരു ഘടകകക്ഷിയാകുന്നതിൻ്റെ സാധ്യത ഏതാണ്ട് അടഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ PV അൻവറിന് മുന്നിലുള്ളത് കോൺഗ്രസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും UDFിൻ്റെ ഭാഗമായ പാർട്ടികളിലോ ചേരണം. അത് PV അൻവറിനോട് ഇന്ന് തന്നെ പറയുമോ? അതായിരിക്കുമോ നടക്കാൻ സാധ്യത? അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതേസമയം തന്നെ PV അൻവർ ഇന്ന് CMP നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തും എന്ന തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം ഇന്ന് കോഴിക്കോടായിരുന്നു CMPയുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേ സമയത്ത് ഈ കോഴിക്കോട് DCCയിൽ ഇത്തരത്തിൽ ഒരു യോഗം നടക്കുന്നത് കൊണ്ട് ആ യോഗത്തിലെ തീരുമാനങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം CMP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ മുൻ നിശ്ചയപ്രകാരം, അതായത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃണമൂലുമായി എന്തായാലും കോൺഗ്രസിൽ എത്താൻ PV അൻവറിന് സാധിക്കില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് ഘടകകക്ഷികളുമായി ചേർന്ന് അൻവറിന് പാർട്ടി പ്രവേശിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ അൻവറിന്റെ മുന്നിലുള്ള ഏക വഴി. അല്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരിച്ച് നേരെ കോൺഗ്രസിലേക്ക് വരിക എന്നുള്ളത്, അതല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ മത്സരിക്കുക എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് അൻവറിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വഴി. പക്ഷെ നിലവിൽ നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ച് അൻവർ ഇന്ന് CMP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ടോടുകൂടി ഇന്ന് അൻവർ തന്നെ മാധ്യമങ്ങളെ കാണും എന്നുള്ളൊരു വിവരവും ലഭ്യമാകുന്നുണ്ട്. അപ്പോഴേക്കും നിലവിൽ ഇവിടെ നടക്കുന്ന യോഗം, അതായത് UDFിന്റെ യോഗം ഇവിടെ പൂർണ്ണമാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൂർണ്ണ ചിത്രം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവർ UDFിൻ്റെ ഭാഗമാവുകയാണ്. അദ്ദേഹം UDFുമായി സഹകരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹകരിപ്പിക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. ആ സഹകരണത്തിൻ്റെ സ്വഭാവം എങ്ങനെ എന്നതിലൊരു വ്യക്തത വന്നിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് UDFിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത, തൃണമൂൽ കോൺഗ്രസിനെ UDFിനൊപ്പം ചേർക്കാനുള്ള സാധ്യത ഏറെക്കുറെ അടഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ PV അൻവറിന് മുന്നിലുള്ള വഴികൾ UDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടിയിൽ ചേരുക എന്നതാണ്. അതിനുള്ള തീരുമാനം ആണോ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. CMP UDFിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന CMP നേതാക്കളുമായി PV അൻവർ ഇന്ന് ചർച്ച നടത്തും എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അൻവർ ഇപ്പോഴുള്ളത് നിലമ്പൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. കോഴിക്കോടേക്ക് വരും. ഇന്ന് വൈകുന്നേരം ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കും. ആ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ PV അൻവർ തന്നെ പറഞ്ഞേക്കാം.
എന്നാണ് മനസ്സിലാക്കുന്നത്. ഷഹദ്, പി വി അൻവർ കോഴിക്കോടേക്ക് വരുന്നുണ്ട്. CMP നേതാക്കൾ ഇപ്പോൾ ഈ യോഗത്തിൽ, അതായത് UDF യോഗത്തിൽ പങ്കെടുക്കാൻ എന്തായാലും CP ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ കോഴിക്കോട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഒരു ചർച്ച ഇന്ന് തന്നെ നടന്നേക്കും. ആ ചർച്ച UDF നേതാക്കളുടെ മുൻകൈയിൽ തന്നെ ആകാനാണ് സാധ്യത, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ CMPയുടെ നേതാക്കൾ ഇന്ന് UDFന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടയിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ UDF യോഗത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നത് സംബന്ധിച്ച് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു അൻവറിന്റെ ഒരു നീക്കം. അപ്പോൾ നിലവിൽ എന്തായാലും മറ്റ് ഘടകകക്ഷികളൊന്നും തന്നെ അൻവറിന്റെ വരവിനെ എതിർത്തിട്ടില്ല. എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് എങ്ങനെ ഇനി അൻവറിനെ UDFൽ അക്കോമഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കോൺഗ്രസിൽ അക്കോമഡേറ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. അത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃണമൂൽ എന്നുള്ള ഒരു ഓപ്ഷൻ അത് പൂർണ്ണമായിട്ടും അടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി മറ്റു വഴികൾ മാത്രമാണ് PV അൻവറിന്റെ മുന്നിൽ നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത്. അപ്പോൾ ആ ഒരു വഴിയാണ് CMP എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു പൂർണ്ണ രൂപം ലഭ്യമായിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം PV അൻവർ എന്തായാലും ഇന്ന് മാധ്യമങ്ങളെ കാണും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ UDFന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം അതെന്താണ് എന്നുള്ളതും അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. യോഗം ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വേണ്ടി ബ്രേക്ക് പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഒരു ചെറിയ യോഗം കൂടി ചേർന്നതിന് ശേഷം MM ഹസൻ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 2:30 കൂടിയിട്ടാണ് ഈ യോഗത്തിന് ശേഷം MM ഹസൻ മാധ്യമങ്ങളെ കാണുക. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകുന്നത്. രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ PV അൻവറിനെ ബംഗാളിലേക്ക്, കൊൽക്കത്തയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഭിഷേക് ബാനർജിയുമായി PV അൻവർ ഈ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരം കൂടിയുണ്ട്. പക്ഷേ എന്തായാലും UDFന്റെ തീരുമാനം PV അൻവറിനെ സഹകരിപ്പിക്കാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ആ സഹകരണം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്ന് ഒരു സഹകരണമായിരിക്കാം. അതിൻ്റെ തീരുമാനം ഇന്ന് തന്നെ വന്നേക്കാനാണ് സാധ്യത. CMP നേതാക്കളുമായി PV അൻവർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും എന്ന വിവരം കൂടി വരുന്നുണ്ട്. അല്പസമയത്തിനകം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും.